Dear viewers, I am introducing you to Mr. Abdul Rashid from Puwar, a person here for the past 50 years in Dubai. He made everything with the wealth that he created here. And also, he built an empire of family and friends and society with the wealth here. We will talk to him in Malayalam, his mother tongue, about his journey so far during this Independence Day as a motivation to all Indians. Sir, പറയൂ, സാറിൻ്റെ ജേണിയെ പറ്റി പറയൂ. എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഏത് കൊല്ലത്തിലാണ് വന്നത്? ഞാൻ ബിസിനസ്മാനായിട്ട് ഇറങ്ങിയത്. നാട്ടിൽ നിന്ന് പണം കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ചെയ്തത്. ഓക്കെ. 1979 ജൂൺ മാസം 26 ദുബായിൽ ഇറങ്ങി. ഇന്നും ബിസിനസ്മാനാ. എനിക്ക് 10 ലൈസൻസ് ഉണ്ട്. എൻ്റെ ലൈസൻസിൻ്റെ പേരൊക്കെ അൽ റഷീദ് ജനറൽ ട്രേഡിംഗ്, അൽ റഷീദ് ട്രേഡേഴ്സ്, അൽ റഷീദ് സൂപ്പർ മാർക്കറ്റ്, നെയ്ഫ് റോഡാണ് എൻ്റെ ഇത്. നെയ്ഫ് റോഡിലെ ബിസിനസ്മാൻ. ആദ്യത്തെ ബിസിനസ്സൊക്കെ അമരിയ മാർക്കറ്റ്, ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ്. ഓക്കെ. അവിടെ നല്ല നല്ല മലയാളികൾ ബിസിനസ്മാൻ ഉണ്ട്. യൂസുഫ് അലിക്ക് വരെ സാധനം കൊടുത്തവനാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇന്നത്തെ പ്രവാസി ബിസിനസ്മാൻ യൂസുഫ് അലി, നിസ്റ്റോ ബഷീർ, ജോയ് ആലുക്കാസ്, നമ്മളെ ഇപ്പോൾ റഹീമിനെ ഇറക്കിയില്ലേ, നമ്മളെ ചെമ്മന്നൂർ ബോബി ചെമ്മന്നൂർ, എല്ലാവരെയും കൂട്ടുകാരാണ് ഞാൻ. ഓ, വെരി ഗുഡ്. പറഞ്ഞാൽ അവർ ചെയ്യും. ഓക്കെ, വെരി ഗുഡ്. ഇനി പറയൂ, നിങ്ങൾ എങ്ങനെയാണ് ഇന്ത്യയിലുള്ള സമൂഹത്തിനെ നന്നാക്കിയത്? നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത് അവർക്ക് വേണ്ടിയിട്ട്? ഇന്ത്യയിലെ നിങ്ങളെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ്? നാട്ടുകാരും കേരളത്തിലും കൂടുതൽ എൻ്റെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ എൻ്റെ കൂട്ടുകാരാണ്. ഓക്കെ, മലയാളിക്ക് എന്ത് വേണോ ചെയ്യും. സന്തോഷിവനുമായിട്ട് ഇവിടെ പലരും, ഞാൻ ഇവിടുത്തെ ഇന്ത്യൻ കോൺസുലേറ്റ് ഇതിനു മുമ്പേ ഉള്ള KMCC ഒക്കെ ഇത് രൂപീകരിച്ചത് ഞാനൊക്കെ. നിങ്ങൾ ചേർത്തിട്ടാണ് KMCC അന്ന് രൂപീകരിച്ചത്. 1979 സബക്കയിൽ KMCC രൂപീകരിച്ചത് ഞങ്ങളൊക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. ഒരു കാസർഗോഡ് ഇബ്രാഹിം ഹാജി, മലബാർ ഗോൾഡ് അഹമ്മദ്, മലബാർ ഗോൾഡിന്റെ ഒക്കെ ഫൗണ്ടറാണ് ഞാൻ. ഓ, വെരി ഗുഡ്. 430 സ്ഥാപനങ്ങളുണ്ട്. ഓക്കെ, 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 ഓക്കെ. റൈറ്റ്, റൈറ്റ്. ഇനി പറയൂ, നിങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെയാണ് ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ നിങ്ങൾ സംഭവിച്ചത്? പ്രീ ഡിഗ്രി വരെ വിദ്യാഭ്യാസം. എൻ്റെ മക്കളൊക്കെ MBBS എല്ലാം പഠിപ്പിച്ചു. എൻ്റെ അനിയൻ്റെ മക്കൾ, ജ്യേഷ്ഠൻ്റെ മക്കൾ, എൻ്റെ മൂത്ത സഹോദരിയുടെ മക്കൾ, ഇളയ സഹോദരി മക്കൾ എല്ലാം ഡോക്ടേഴ്സാണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ, 80ാം സ്വാതന്ത്ര്യ ദിനത്തിൽ നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള നമ്മുടെ ഇന്ത്യക്കാരോട് അല്ലെങ്കിൽ കേരളക്കാരോട് എന്താണ് പറയാനുള്ളത് ഒരു പ്രവാസി എന്നുള്ള നിലയ്ക്ക്? എല്ലാവരും ഈ നാടിനെയും വിദേശത്തെ നമ്മുടെ ഈ അന്നം തന്ന നാടിനെ സ്നേഹിക്കണം. ഈ നാട് നമുക്ക് അന്നം തന്ന നാട്. കറക്റ്റ്. അതുപോലെ ഇവിടെ നിന്ന് പല പ്രവാസികളും ഇവിടെ നല്ല നല്ല ഹൈ പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. കറക്റ്റ്. അതുകൊണ്ട് ഈ നാടിനെ വീണ്ടും വീണ്ടും ഉയർച്ചയിലോട്ട് വരാനും ഈ UAE എന്ന രാജ്യത്തിനെ എല്ലാവരും സ്നേഹിക്കണം. അന്നം തന്ന നാട്. Correct. അതാണ് എനിക്ക് പറയാനുള്ളത്. Okay, you can see the medallion of the rulers of this country here on his chest, and also he is holding the flag of India, and also his another hand shawl also with him. So he is very happy. So sir, what is your comment to the young entrepreneurs who are aspiring to come to this UAE land of opportunity? What do you want to say? പുതിയ എൻ്റർപ്രണറോട് നിങ്ങൾ എന്താണ് പറയുന്നത്? അവരോട് നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണ്? പുതിയ സംരംഭകർ ഇന്ത്യയിൽ നിന്ന് ഇവിടെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുക. ഇവിടുത്തെ അല്ല, ഞാനിപ്പോൾ ചോദിക്കുന്നത്, ചെറുപ്പക്കാരായ സംരംഭകരുണ്ട്, ചെറിയ സ്ഥാപനം നടത്തുന്നത്. അവരോട് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അതിനെപ്പറ്റി ഒന്ന് പറയും. ഇവിടെ വരുന്ന ബിസിനസ് രംഗത്തിലൊക്കെ നിങ്ങളൊക്കെ നല്ല ഇതായി വരണം. അത് കഴിഞ്ഞാൽ ഞാനൊക്കെ 20 വയസ്സിൽ വന്ന് 70 വയസ്സായി. 50 വർഷം ബിസിനസ് ചെയ്തു ദുബായിൽ. ഇവിടുത്തെ ദുബായ് ചേംബർ, UAE ചേംബർ, അവരൊക്കെ എങ്ങനെയാണ് പുതിയ സംരംഭകരോട് എങ്ങനെയാണ് അവർ സഹായിക്കുന്നത്? അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പുതിയ സംരംഭകരോടുള്ള സമീപനങ്ങൾ, അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാം? ഇവിടുത്തെ ഗവൺമെൻറ് സ്ഥാപനങ്ങളും ഇവിടുത്തെ ഷെയ്ഖന്മാരും എല്ലാം ഇവിടത്തേക്ക് ഇന്ത്യയിലെ കേരളത്തിലെ മറ്റ് എല്ലാവരും വലിയ സ്നേഹമുള്ള ആൾക്കാരാണ്. അവരെ അനുസരിച്ച് നമ്മൾ പോകും. That is a solid statement.
he says that we should obey the rulers of this UAE and be with them, in sync with them, so that we can achieve many more things. ദുബായ് ഇന്ന് കണ്ട സ്വപ്നം ഈ ഷെയ്ഖ് മുഹമ്മദിന്റെ സ്വപ്നമാണ്. ഷെയ്ഖ് മുഹമ്മദ് ദുബായ്. Sheikh Mohammed. Okay. പിന്നെ ഷെയ്ഖ് സായിദ്, ഷെയ്ഖ് മുഹമ്മദ് അബുദാബി, Okay. ഇവരൊക്കെ നല്ല ഭരണാധികാരികളാണ്. നല്ല ഭരണാധികാരികളാണ്. ഇവര് എല്ലാവർക്കും വേണ്ടി ജാതി മത ഭേദമന്യ Very good. എല്ലാവർക്കും നല്ല രീതിയിൽ എല്ലാ പിന്തുണയും കൊടുക്കുന്ന ഭരണാധികാരികളാണ്. അവർ പറയുന്നതനുസരിച്ച് നീങ്ങും. So this is a solid statement of Mr. Rashid, who is now 70, and he is God, Lord Allah give him all the strength to live for more than 100 years on this earth and do his good work. Wish you all the best for talking to NFA Post TV. Going forward, we will associate with you, sir. Thank you.